നമസ്കാരം. എൻ്റെ പേര് രാധ അയ്യപ്പൻ. താമസം കൊരട്ടി. ഞാനൊരു ഗവൺമെൻറ് എംപ്ലോയിയാണ്. റിട്ടയർഡ് ആയതിന് ശേഷമാണ്. അപ്പോൾ ഞാൻ റിട്ടയർഡ് ആയിട്ട് ഇരുന്നപ്പോൾ എനിക്ക് വേറെ ഒരു ആദ്യം ചെടികൾ നടുക, ഇങ്ങനെ പല പല വിധത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം എനിക്കതൊരു മൂഡ് ഓഫായി. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് വീട്ടിൽ വന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇവിടെ ഇങ്ങനെ പരിപാടികളുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വന്നതാണ്. വന്ന് നല്ല സന്തോഷത്തോടു കൂടി ഇത് ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് ഷുഗറുണ്ട്, പ്രഷർ, കൊളസ്ട്രോൾ അങ്ങനെയുള്ള പലവിധ അസുഖങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞ് നമ്മൾ ഈ പ്രാക്ടീസ് നല്ലപോലെ എക്സസൈസൊക്കെ ചെയ്ത് തുടങ്ങിയപ്പോൾ നമുക്കതിനൊക്കെ ഒരു മാറ്റങ്ങൾ വന്നു. അപ്പോൾ അത് നല്ലൊരു ഇതായി. അതിനോട് അനുബന്ധിച്ച് പിന്നെ മെഡിറ്റേഷനും കൂടെ വന്നു. മെഡിറ്റേഷനും യോഗയും കൂടെ ആയപ്പോൾ നമുക്ക് ഒന്നും കൂടെ നല്ലൊരു ആത്മവിശ്വാസം ഉണ്ട്. അപ്പോൾ അത് കേട്ടറിഞ്ഞ് വന്ന് അത് ചെയ്തപ്പോൾ നമ്മുടെ അനുഭവം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അതാണ്. അപ്പം നമ്മൾ കാണുന്നവരോട് പറയും ഇന്ന സ്ഥലത്ത് ഇന്നതുണ്ട്, നല്ല കാര്യങ്ങളാണ്, നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പല പല മാറ്റങ്ങളുണ്ടാകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എല്ലാവരോടും നമുക്കതാണ് പറയാനുള്ളത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് എന്താ പറയുക, പ്രായമാകുമ്പോൾ ഒറ്റപ്പെടലിന് ഒരു മുന്നോട്ടുള്ളൊരു വഴി, വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കാതിരിക്കാനുള്ള ഒരു വഴി, നല്ലൊരു സന്തോഷം, ആ ഒരു എൻജോയ്മെൻ്റാണ് നമ്മുടെ. അപ്പോൾ അത് നന്നായി ചെയ്യാനുള്ളൊരു കഴിവും നല്ലൊരു ആത്മസംതൃപ്തിയും നമുക്ക് അനുഭവപ്പെടണമെങ്കിൽ ഇവിടെ വന്ന എല്ലാവരുമായിട്ട് നമ്മൾ സഹകരിച്ച് നല്ല സന്തോഷത്തോടു കൂടി പോവുക എന്നുള്ളൊരു ഇതാണ്. എനിക്കൊരു മകനാണുള്ളത്, അവനും ഗവൺമെൻറ് എംപ്ലോയിയാണ്. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനൊരു എന്താ പറയുക, ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റുമെന്നോ, എന്താ പറയുക, ഈ ഹൈദരാബാദ് കൻഹ മെഡിറ്റേഷൻ സെൻറ്റർ ഇവിടെ കാണാൻ പറ്റും എന്നുള്ളൊരു ഒന്നും നമുക്കറിയില്ലായിരുന്നു. ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷം. നല്ലൊരു മെഡിറ്റേഷൻ സെൻറ്റർ തന്നെയല്ല, എല്ലാം കൊണ്ടും നല്ലൊരു അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ. അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, കാണാത്തവർക്ക് കാണാനായിട്ട്, അവർക്ക് സന്തോഷിക്കാൻ ഒരു ഭാഗ്യം നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അത്രയും സന്തോഷം.